ഭയങ്കര കോമഡി സിനിമയാ. അപ്പൊ അതാവുമ്പോ നമുക്ക് ഈ പറയുന്ന വേറൊരു പരിപാടി പിടിച്ച് നമ്മൾ ഫുൾ ജോവിയൽ മൂഡിൽ പൊളിച്ചോണ്ടിരിക്കും. അൽത്താഫാണ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ്. സംശയത്തിലേക്ക് വരുമ്പോ ഇതിന്റെ പ്രൊട്ടാഗണിസ്റ്റ് ആണ് ഞാൻ, അല്ലെങ്കിൽ ഇപ്പൊ ഷറഫ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ അപ്പോ പിന്നെ സംശയം എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഭയങ്കര പ്രിയപ്പെട്ടാണ്. എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് സിനിമ. കാര്യം ഒന്ന്, ഇത്തരം നല്ല തിരക്കഥകൾ നമ്മളിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറവാ. പിന്നെ അങ്ങനെ എത്തുമ്പോഴും ഈ കഥാപാത്രം എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും എന്ന് പറയുന്ന തോട്ടുണ്ട് എന്നിൽ നിന്ന്. അത് ഒരു മലയാളി സാധാരണ ഒരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്സിലെ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ വെയിറ്ററാണ്, വടകര കേന്ദ്രീകരിച്ചിട്ടുള്ള. പക്ഷെ എന്നിരുന്നാലും ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഇയാളുടെ ഡാർക്ക് സ്കിന്നും ഇയാളുടെ പല്ലും ഇയാളുടെ നടപ്പും ഇരിപ്പും ഇയാളുടെ ബാക്ക് സ്റ്റോറി ഒക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. പിന്നെ ഈ ക്യാരക്ടർ അങ്ങനെ ഭയങ്കര പ്രൊആക്റ്റീവ് അല്ല, ലൈക്ക് അറ്റ് ടൈംസ് പുള്ളി പ്രൊആക്റ്റീവ് ആവും. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടറിൽ ഫോക്കസ് ചെയ്തിട്ട് ഓരോ ഷോട്ടും എത്രത്തോളം എൻഗേജിങ് ആക്കാം, ഓരോ ഷോട്ടും എൻഗേജിങ് ആക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു സീൻ എൻഗേജിങ് ആക്കുകയും ആ ഒരു തരത്തിൽ നമുക്കൊരു സിനിമ മൊത്തത്തിൽ അതിന്റെ ഗുണം ഉണ്ടാവും, ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. അപ്പൊ അത്തരം പ്രയോറിറ്റീസ് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ വലിയ ഫണ്ടിനുള്ള സാധ്യത കുറവാ. നമ്മൾ ഫുൾ ഓൺ ഇൻ ടു സിനിമ, ഫുൾ ഓൺ ഇൻ ടു ക്യാരക്ടർ ആയിരിക്കും, കുറച്ചും കൂടെ സീരിയസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്റർവ്യൂ കുറച്ച് സീരിയസ് ആയി പോകണം. വീണ്ടും ഞാൻ ലെവൽ മാറ്റി. ആ ഒരു പരിപാടി അറിയാലോ. എനിക്ക് അങ്ങനെ ടെൻഡൻസി ഉണ്ട് അങ്ങനെ സീരിയസ് ആകാനുള്ളത്. ആണല്ലേ? അപ്പൊ അത് മാറ്റാൻ രമ്യാണ്. ഓക്കെ, രണ്ടാമത്തെ ഒന്നിനും കൊള്ളാത്തവനെ വാഴയോട് ഉപമിക്കാൻ കാരണം അതെന്തായിരിക്കും? പൊതുവെ പറയും, അങ്ങനെ ഒരു ഫ്രേസ് കേൾക്കാറില്ലേ? വാഴയെ കൊണ്ട് കുറെ ഉപകാരങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. അല്ല, ഒന്നിനും കൊള്ളാത്തവനെ. വാഴയുടെ ഒരു പരിപാടി എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ തമാശയൊന്നും ഇല്ല, ഇതില് ബലമില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെങ്ങേന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. വാഴ നമ്മളൊരു കത്തിയെടുത്തിട്ട് ഒരു വീശി കഴിഞ്ഞാൽ വാഴ തീർന്നു. അത്രക്ക് ഡെലിക്കേറ്റ് ആണ്. അപ്പൊ ഈ പഴം തരുന്നു അല്ലെങ്കിൽ പിണ്ടി തരുന്നു എന്നൊക്കെ ഉള്ളതിന്റെ അപ്പുറത്തേക്ക് ഒട്ടും സ്ട്രെങ്ത് ഇല്ല. പഴം ഉപയോഗിക്കാറുണ്ട്. അവനൊരു വാഴയാണെന്നോ? അപ്പൂസിനെ ഞാനിപ്പൊ പറയുന്നില്ല, ഇന്റർവ്യൂ മുഴുവൻ കഴിഞ്ഞിട്ട് അപ്പൂസ് പഴമാണോ വാഴയാണോ എന്ന് ഞാൻ പറയും. പാവപ്പെട്ടവൻ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് വരുത്തിയിട്ട് ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് എന്ത് പറയണമെന്ന് പോലും കഷ്ടകാലം ഇതായി. അപ്പൊ അതുകൊണ്ടാണ് വാഴയെന്ന് പറയുന്നത്. വേറെ റീസൺ ഇല്ലല്ലോ. മര്യാദക്ക് കായ്ക്കുന്നു, പഴം തരുന്നു, പിണ്ടി തരുന്നു, ഇല തരുന്നു, എല്ലാം ചെയ്തിട്ടും എല്ലാം ഉപയോഗിച്ചിട്ടും എന്നെ വാഴാന്ന് വിളിക്കണമെങ്കിൽ ഞാൻ കാണുന്ന ഒരു പരിമിതി അതാ. കമ്പയർ ചെയ്യല്ല പ്രിയവതയ്ക്ക് കൺഫ്യൂഷനായി. കമ്പയർ ചെയ്യല്ല നമ്മള്. ഇവനൊരു വാഴയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, നിന്നെക്കാളും ബെറ്റർ ഒരു വാഴ നടന്നു. അങ്ങനെയല്ല, അല്ല അത് തെങ്ങാണ്, 18 വട്ട തെങ്ങ്. അത് വാഴയും പറയും അല്ലേ? വാഴയും പറയാറുണ്ട്. ഇതിന് പകരം ഒരു 10 വാഴ വെച്ചിരുന്നു. അത് ബ്രൂട്ടൽ ഇൻസൾട്ട് ആണ്. തെങ്ങ് പിന്നെ അവിടെ നിന്ന് കുറെ നാൾ കായ്ച്ച് അങ്ങനെ ഒരു റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൂസ് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. അതിന്റെ ഇടയിൽ കയ്യും കാലും കാണിക്കുകയാണ്. ഫണ്ട് മറ്റേ കടയിൽ നിന്ന് വാങ്ങിട്ട് വരാൻ പറ്റുമോ? ഇത് സംഭവിക്കണ്ടാണ് മോനെ. ഫണ്ട് അവന് എഴുതി വെച്ച ഈ പരിപാടികളൊക്കെ വെച്ചിട്ട് ഇത്ര ഫണ്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ കിട്ടോ? ഇപ്പൊ നമ്മള് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ എങ്ങനെയാണ്? അതായത് തിരക്കഥയിൽ തമാശ ഉണ്ടാവും, സീനിൽ തമാശ ഉണ്ടാവും, ഡയലോഗിൽ തമാശ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആക്ടേഴ്സ് വരുമ്പോ തമാശയാവും. അല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നല്ല തമാശ. അവൻ എഴുതുന്ന നിലവാരം കുറഞ്ഞ പരിപാടികളാണ്, എന്നിട്ട് അതിൽ നമ്മൾ തമാശ ഉണ്ടാക്കണം. സോറി, നടക്കില്ല. വെറുതെ ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ നോക്കി, അതായത് രമ്യയുടെ ഫോക്കസ് കളയണ അതിന്റെ പിറകുന്ന കയ്യും കലാശോ. എന്താ മോനെ ഇത്? അപ്പൊ നമുക്ക് 2 സംശയത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിന് ഭയങ്കര ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയിലാ. നമുക്ക് നോക്കാം. ബൈക്കിന്റെയും സ്കൂട്ടറിന്റെ ഒക്കെ ആക്സലറേറ്റർ റൈറ്റ് സൈഡിലാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരെണ്ണത്തിന്റെ പോലും ലെഫ്റ്റ് സൈഡിൽ ആക്സലറേറ്റർ വെക്കാത്തത്? ഇതിപ്പോ എന്റെ കുഴപ്പമാണോ? എനിക്ക് കുഴപ്പമേ ഇല്ല. രമ്യ,
ഉണ്ടോ? രമ്യക്ക് ഒരു വില ഉണ്ടായിരുന്നില്ലേ? ആ ഡാൻസ് സ്കൂളൊക്കെ പൂട്ടുകൂട്ടാ. അയ്യോ അങ്ങനെ പറയല്ലേ. അല്ല ഡാൻസ് സ്കൂളിലൊക്കെ പിള്ളേരുടെ അമ്മമാര് കാണുമ്പോ ഡാൻസ് സ്കൂള് ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ഇതാണ് പരിപാടി, ഇതാണ് ലെവല്. ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാലേ ലെവല് അപ്പൂസിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കണ്ട അപ്പൂസ, ഞാൻ ഈ ഒരു ഇത് എടുത്തത് 8ന്റെ മണി പോയി. എന്തായാലും അതാണ് ഈ ഓക്വേർഡ് ഇല്ല ഇതിനും അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ കൂടുതൽ റൈറ്റ് ഹാൻഡേഴ്സ് അല്ലേ, നമ്മൾ കൂടുതലും റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡേഴ്സ് കുറവല്ലേ? പക്ഷെ അതിൽ അപ്പോസിന്റെ ചോദ്യം ഞാനും ഇത് തന്നെ പറഞ്ഞു ആർഗ്യൂ ചെയ്തു. അപ്പൊ ചില ആൾക്കാർ അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അങ്ങനെയാണെങ്കിൽ അവരെ കേറ്റർ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡിലും ആക്സിലേറ്റർ വെക്കണ്ടേ? എല്ലാവരും ഇപ്പം മെജോറിറ്റി റൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പൊ അവർക്ക് കൂടുതലും കംഫർട്ടബിൾ ലെഫ്റ്റ് ആണ്. അല്ല അവര് സഹിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും, കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പൊ തൽക്കാലം മെജോറിറ്റി ആയിട്ട് പോവാം നമുക്ക്. അടുത്ത വണ്ടി അടുത്തതിലേക്ക് കയറാം അല്ലേ. ഈ രാത്രിക്ക് എന്താണ് കറുപ്പ് നിറം? ഇതിന് ഉത്തരവുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ ഞാൻ പറയില്ല. ഇവനെന്താ ഉദ്ദേശം എന്ന് അറിയൂ? നമ്മളെ ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ആൻസർ ഇവൻ പറയിപ്പിക്കും. എന്നിട്ട് ഇത് ഇവന്റെ ചാനലിൽ ഓടിക്കും. ഇവന് പൈസ കിട്ടും, ഇവന് റേറ്റിംഗ് കൂടും. നമുക്ക് എന്ത് പിണ്ണാക്ക് കിട്ടും? നമുക്കൊന്നും കിട്ടില്ല. അപ്പൊ ഇവന് ഇത്ര അറിഞ്ഞാൽ മതി. അത് മാത്രമല്ല ഇതിന് ഉത്തരം എനിക്ക് പറയണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പറയാം പേഴ്സണൽ ആയിട്ട്. രാത്രി കറുപ്പ് നിറവും. അല്ല എന്നാലും കഷ്ടപ്പെട്ട് എഴുതി തരും. നമുക്ക് ചോദ്യങ്ങളും ഒന്ന് കേട്ടു പോവാം. കുളിച്ചാൽ പനി വരില്ല. കുളിച്ചാൽ പനി വരില്ല. സാധാരണ നമ്മള് കുളിക്കാൻ എല്ലാ ദിവസവും എല്ലാവരും കുളിക്കും, ഷവർ ചെയ്യും. കുളിക്കുമ്പോ പനി വരില്ല. പക്ഷെ മഴ നനയുമ്പോ മാത്രം പനി വരുന്നു. അതെന്തുകൊണ്ട്? മഴ നനഞ്ഞ അപ്പൊ എല്ലാവർക്കും കോൾഡ് വരും. അല്ല ശരിക്കും ആലോചിച്ച് നോക്കിക്കേ, അതില് കുറച്ച് കാര്യമുണ്ട് അല്ലേ? സംശയം നമുക്ക് ശരിക്കും ഒരു സംശയമാണ്. എല്ലാവർക്കും അല്ലേ, ഇപ്പൊ നമ്മളെ മഴ നനഞ്ഞാൽ നമുക്ക് പനി വരണോന്നില്ല, അങ്ങനെയല്ല. എന്നാലും ചില ആൾക്കാർ ഓക്കെ മഴ നനഞ്ഞു, ഓക്കെ ഇവന് മഴ നനയേണ്ട പനിയാണ് ഫുൾ ടൈം. അപ്പോസിറ്റ് അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാവും, ബ്ലഡ് പ്രഷർ പ്രശ്നമാവും. ചോദ്യം എഴുതി ഉണ്ടാക്കി എങ്ങനെ പ്രഷർ കൂടാതിരിക്കും? അല്ല ചോദ്യം ഉണ്ടാക്കി ഒന്ന്, അവിടെ ധൈര്യവന്റെ ഈ ചോദ്യം അത് നിങ്ങളോട് അവതരിപ്പിച്ചു 1 2. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന എന്നോടും പ്രിയനോടും ഈ സംശയങ്ങൾ, ഞാനത് വാക്ക് ഫിൽ ചെയ്യുന്നില്ല. ജീവിതത്തിലുള്ള സംശയങ്ങളാണ് ഈ ചോദ്യം. അയ്യോ എല്ലാ സിനിമ ഇൻഡസ്ട്രിയുടെയും പേരുകൾ അവസാനിക്കുന്നത് വുഡ് ചേർത്താണ്. അതെന്തായിരിക്കും അങ്ങനെ? മോളിവുഡ്, കോളിവുഡ്, ടോളിവുഡ്? അതൊരു പക്ഷേ പിന്നെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവണം. കാരണം തിയേറ്ററും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും നിങ്ങൾ സംസാരത്തിനിടയിൽ തീർച്ചയായിട്ടും സിനിമ ഇങ്ങനെ അതെന്തായിരിക്കും ഇങ്ങനെ ഒരു പേര് വന്നത്? അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടില്ലേ? ഇതിനോട് കൂടെ ചേർക്കാൻ പറ്റുന്ന വേറൊരു വുഡ് ഉണ്ട്. അതിനെ കുറിച്ച് ഞാൻ പൂസിനോട് സംസാരിക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ അങ്ങോട്ടായി പോയല്ലോ. നേരെ അങ്ങോട്ട് വരും. ഫുഡ് എനിക്ക് പറഞ്ഞുകൂടെ കേട്ടോ. ഇതില് എന്തോ കാര്യമുണ്ട്, ഇതിൽ കുറച്ച് സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. രാത്രിക്ക് എന്താ കറുപ്പ് നിറം എന്ന് പറയുന്നതിലും നിലവാരമുണ്ട്. ഓക്കെ, ആകാശം ഇടിഞ്ഞ് വീഴാത്തത് എന്തുകൊണ്ട്? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആലോചിക്കണം എന്താണെന്നറിയോ? അന്ന് ഇടിഞ്ഞു വീണാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ആകാശം ഇടിഞ്ഞു വീഴാത്ത രമ്യ, എനിക്ക് ഒരു അപ്പൂസിനോട് ഒരു പ്രശ്നമില്ല. എനിക്ക് ആകെ ഞാൻ കൺസേൺ ആകുന്നത് നിങ്ങളെ കുറിച്ചിട്ടാണ്. ആകാശം ഇടിഞ്ഞു വീഴാത്ത എന്തുകൊണ്ടെന്നാ? ഇതിനൊക്കെ ചളിയായിട്ടുള്ള ആൻസർ ആണ് വേണ്ടേ? അറിയോ? അല്ല നമ്മുടെ നോർമൽ ഒരു സംശയങ്ങൾ. ഈ സംശയത്തിനൊക്കെ ചിലപ്പോ വല്ല ഗ്രാവിറ്റി കാര്യമൊക്കെ ആയിരിക്കും. എന്റെ പൊന്നോ, ഇവന്റെ ചോദ്യത്തിൽ തന്നെ ഞാൻ പെട്ടിരിക്കുകയാണ്. അതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ അടുത്ത കേക്കട്ടെ, വെറുതെ കേട്ടുപോവാം. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കണ്ണ് നിറയുന്നത് എന്തുകൊണ്ട്? അതൊക്കെ നമ്മൾ ലോജിക്കലി ചിലപ്പോൾ നമുക്ക് തോന്നും. ഡീപ്പായിട്ട് നമ്മൾ അധികം ശരിയാണ്. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും, കരയുമ്പോഴും നമുക്ക് കണ്ണ് നിറയും. ചിലൊരു സന്തോഷാശ്രു വരില്ലേ, അതൊക്കെ നമ്മുടെ ആ ഒരു സന്തോഷത്തിന്റെ ഇമോഷൻ നമ്മളെ ടച്ച് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു സംശയം. ഇത്രയും ആലോചിക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് ഇതൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് ശരിക്കും ഇതൊക്കെ എവിടെയോ സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. അവൻ പഠിച്ചു വരുന്നുണ്ട്, അവൻ ഭേദപ്പെട്ട് വരുന്നുണ്ട്. ഓരോ ചോദ്യം കഴിയുന്തോറും ഭേദപ്പെട്ട് വരുന്നുണ്ട്. അല്ല പക്ഷെ ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ശരിയാണല്ലോ, ചെറുതായിട്ട് ഇറ്റ് മേക്ക് സെൻസ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് എന്നിട്ടും വരുന്നു? ആ രണ്ടും എക്സ്ട്രീം ഇമോഷൻ ആണ്. ഒരാളെ കാണുമ്പോഴത്തേ നമുക്ക് ടിയർ ഗ്ലാൻഡിനെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും
അതെ എന്തായിരിക്കും അത്? സന്തോഷം വരുമ്പോ നമ്മുടെ മനസ്സൊക്കെ മൊത്തം ഹാപ്പിനെസ് ആണല്ലോ, മറ്റേത് സങ്കടം ഇതല്ലേ. അപ്പൊ ആ എന്നിട്ടും കണ്ണ് നിറയുന്നല്ലോ എന്നുള്ളതില് ഒരു ഇതാണ്. അതില് ഭയങ്കര ഫൺ ഉണ്ടായില്ലേ. ആണല്ലേ? അടുത്തേക്ക് പോവാം. അടുത്തേക്ക് പോകുന്നതിന് പിന്നെ നമുക്ക് കുറച്ചൊരു സംശയത്തെ കുറിച്ച് സംസാരിച്ചാൽ അതിനാ വേണ്ടിട്ടാ വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷറഫുദ്ദീൻ ഇന്നിപ്പോ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഷറഫിനെ കണ്ടില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരുമിച്ച് അവിടെ ഉള്ള ആ ഒരു കോമ്പിനേഷനും ആ ഷൂട്ടിങ്ങിന്റെ അവിടുത്തെ വിശേഷങ്ങൾ അതൊക്കെ ഒന്ന് പറയൂ മീനെ. ഞാനും ഷറഫും കൂടെ ചെയ്യുന്ന 4ാമത്തെ സിനിമ സംശയം. അപ്പോ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇതുപോലെ നല്ല ഹ്യൂമർ സെൻസ്, നല്ല കൗണ്ടർ പറയുന്ന ആൾക്കാർ. അപ്പൊ ടേക്ക് എടുക്കുമ്പോഴേക്ക് ഒരാളുടെ ഡയലോഗ് വരുമ്പോൾ നിങ്ങൾ നല്ല വൈബാണല്ലോ, നല്ല ഫ്രണ്ട്ലി ആണല്ലോ. അപ്പം നിങ്ങൾ ആ തമാശ ആയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിരിച്ച് അങ്ങനത്തെ ഒരു സീക്വൻസ് ഒക്കെ ഈ ഒരു ഷൂട്ടിങ്ങിനിടയിൽ പോയിട്ടുണ്ടാവും? ഇതില് നമുക്ക് ഈ പറയുന്ന ഇതില് അങ്ങനെ ഇത് ഭയങ്കര ലൗഡ് കോമഡി പടമല്ല. ഷറഫ് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയുണ്ട് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അത് നടക്കുമ്പോ ഇത് നടക്കുമായിരുന്നു. അയാൾ എന്തെങ്കിലും പറയുമ്പോ നമ്മൾ പറയും എങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, എങ്കിൽ താൻ ഇങ്ങനെ പറ, എങ്കിൽ താൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ ആയിരുന്നു. ഇത് ഭയങ്കര റൂട്ടഡ് പരിപാടിയാണ് മറ്റേ രമ്യ. ഇത് അതായത് ഇതിന്റെ അത്യന്തികമായിട്ട് ഇത് ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. അറ്റ് ദ സെയിം ടൈം ഇത് ഭയങ്കര വെൽ റിട്ടൺ ആണ്. ഈ കഥാപാത്രത്തിന് പറയാൻ പറ്റുന്ന തമാശകളെ ഇയാൾ പറയുള്ളൂ. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു തമാശകളാണ് ഈ സിനിമയില്.